ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രൊട്ടക്ടറാണ്, രക്ഷകനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരുള്ളത് മുസ്ലിം സമുദായത്തിലാണ്, ക്രിസ്ത്യൻ സമുദായത്തിലാണ്. ഞാൻ ഇപ്പോൾ പോകുന്നത് മുഴുവനും അവരുടെ അടുത്താണ്. അവർക്ക് ചില സംശയങ്ങളുണ്ട്, അവർക്ക് ചില ഭയങ്ങളുണ്ട്. അത് ഞാൻ മാറ്റിയെടുത്തു. ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റ്, ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞു ഇത് ലാസ്റ്റ് ബസ്സാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഈ അവസ്ഥ നിങ്ങൾക്കുള്ള ഏറ്റവും ലാസ്റ്റ് ബസ്സാണ്. കാരണം BJP ജയിക്കേണ്ടത് BJPയുടെ ആവശ്യമല്ല. BJP അധികാരത്തിൽ വരാൻ വേണ്ടി കേരളത്തിലെ 20 സീറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. BJP 400 ചില്ലാൻ വോട്ടുകൾ, 400 സീറ്റുകൾ ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ്. അത് എല്ലാ സർവേകളിലും ഏറ്റവും റീസെൻ്റായിട്ട് വന്നതും എസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എസ്ട്രോളജിക്കലായിട്ടൊക്കെ അത് കൺഫേം ചെയ്ത സത്യങ്ങളാണ്. അപ്പോൾ നമുക്കാവശ്യം ഈ BJPയെ ജയിക്കേണ്ടത്, BJPയെ സ്ഥാനാർത്ഥികളിൽ നിന്നും ജയിപ്പിച്ച് MP-മാരാക്കി ഡൽഹിക്ക് അയക്കേണ്ട ഒരു ചുമതല, ഉത്തരവാദിത്വം നമ്മുടേതാണ്, നമ്മുടെ മലയാളികൾക്കാണ്. അത് നിങ്ങൾ ഓരോരുത്തരും വോട്ടിലേക്ക് പോകുമ്പോൾ, വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്, ഞാൻ ഇന്ന് ചെയ്യുന്ന വോട്ട് ഒരു തെറ്റായ വോട്ടാണെങ്കിൽ അത് ബാധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനാണ്, നിങ്ങളുടെ ഭാവി കുട്ടികളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അതിന് പ്രത്യേകം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് സുരേഷ് ഗോപിയുടെ അറിവിലേക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ അറിവിലേക്കും ഇതിൻ്റെ ഭാരവാഹികളുടെ അധികാരത്തിലേക്കും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ അറിവിലേക്കുമായിട്ടൊരു പറയാൻ കാരണം വെച്ചാൽ, ഇവിടെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇല്ലീഗൽ ഡ്രഗ് ട്രേഡാണ്. എല്ലാ മാതാപിതാക്കളും ഈ മക്കളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ വലിയ വയറ്റിൽ തീയായി കാത്തിരിക്കുകയാണ്. ഇവരെവിടെ പോകുന്നു, എന്ത് പോകുന്നു. അപ്പം എല്ലാവരിലും ഇപ്പോൾ ഏത് പെട്ടിക്കടയിൽ ചെന്നാലും ഈ നർക്കോട്ടിക് ഡ്രഗ്സ്, അതാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. 1971 ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു, ദി മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് ദി വേൾഡ് ഈസ് ഡ്രഗ് മാഫിയ, ഇല്ലീഗൽ ഡ്രഗ് നർക്കോട്ടിക് മാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം അതിനകത്ത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് മെഷേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ജുഡീഷ്യറി ഇപ്പോഴും CRPC ഇവിടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്. CRPC മാത്രം പോരെ ഇതിന്. അത് ഇന്ന് നർക്കോട്ടിക് ഡ്രഗിൻ്റെ കേസിൻ്റെ വിചാരണയിൽ വരുമ്പോഴൊക്കെ ഇന്നത്തെ ജുഡീഷ്യറി നോക്കുന്നത് CRPC മാത്രമാണ്. അതിനകത്ത് ഇതിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സെക്ഷനില്ല, പണിഷ്മെൻറ്റിന് ആവശ്യമുള്ള ഇതുമില്ല. എല്ലാവരും ചോദിക്കുന്ന എല്ലാ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒരേ നോട്ടത്തിൽ കാണുന്നത് ഇതിനകത്ത് ഒരു വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ലോ നമുക്ക് ഇല്ലാണ്ടായിരിക്കുന്നു. അതിന് ഈ നർക്കോട്ടിക് ഡ്രഗ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രഗ് ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമായിട്ടില്ല. എൻ്റെ അടുത്ത് വലിയ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നത് 95 ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ 95% കേസുകൾ, നർക്കോട്ടിക് കേസുകൾ മുഴുവനും തള്ളിപ്പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. BJP ജയിച്ച് ഞങ്ങളെ സെൻട്രലിലേക്ക് അയക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഈ ഡ്രഗ് മാഫിയയുടെ അടിവേര അറുത്തുകൊണ്ട് ഇവിടുത്തെ മാതാപിതാക്കളുടെ ഞങ്ങൾ മാറ്റും. മാതാപിതാക്കളുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ആകാംക്ഷകൾ, അവരുടെ ഭയത്തെ ഞങ്ങൾ മാറ്റിയെടുക്കുന്നുവെന്ന് സുരേഷ് ഗോപി പോലെയുള്ള ആൾക്കാരുടെ വായിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു കാര്യം പറയാണ്. ഞാനിത് നമ്മുടെ സ്നേഹാദരനായ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം എൻ്റെ എല്ലാം പ്രൈം മിനിസ്റ്റർ മോഡിജി എത്താറായിരിക്കുന്നു. അതിനു മുമ്പ് അപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടി എന്നതിന് പകരം ഭാരതീയ ജനതാ പ്രൊട്ടക്ടർ, ഭാരതത്തിൻ്റെ ജനതയുടെ പ്രൊട്ടക്ടർ BJP എന്ന് മാറ്റിയെടുക്കാൻ, ഭാരതത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി,
ഭാരതത്തിന്റെ ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പാർട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ എല്ലാവരോടും ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ഥാനാർത്ഥികളും നമ്മുടെ കേരളത്തിൽ ഒട്ടാകെയുള്ള സ്ഥാനാർത്ഥികളും എല്ലാ ജനങ്ങളും നിങ്ങളും ഓരോരുത്തരും മോഡിയാവാൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോരുത്തരും മോഡിയാവാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ആ ആത്മാർത്ഥത വരെയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ഒരു 100 അല്ലെങ്കിൽ 150 വോട്ട് മുഖം നിങ്ങൾ മാത്രമല്ല വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോരുത്തരും 200 വോട്ടെങ്കിലും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.